നമസ്കാരം. പണ്ട് ഏതോ കവി പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളിയായി മരണം കടന്നു വരുമെന്ന്. അങ്ങത്തരം മരണം കടന്നു വരുമ്പോൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞിനെ പോലെയായി മാറും. അത്തരത്തിൽ ഈ അടുത്തയിടെ ഒരു മരണപ്പെട്ട യുവാവിന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ യുവാവ് വേർപിരിഞ്ഞു പോയപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 23 ദിവസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പെട്ടു പോയത്, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ വീർപ്പുമുട്ടലിലായത് ഒരു വീട്ടമ്മയും പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ടുപേരുമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും. ഭർത്താവിനനുസരിച്ച് ഗൃഹസ്ഥയായി വീട്ടിൽ ജീവിച്ചിരുന്ന ഈ യുവതിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലുമാണ്. ഈ അടുത്തിടയ്ക്കാണ് മറ്റൊരു വാർത്ത ഇവരെ തേടിയെത്തുന്നത്. ഈ വീട് ഉടൻ ഒഴിഞ്ഞു കൊടുക്കണം, അതായത് ജപ്തിയുടെ വക്കിലാണ് ഈ വീട്. ഭാര്യയെ തന്റെ കഷ്ടപ്പാടുകൾ അറിയിക്കാതെ ചേർത്ത് നിർത്തി എല്ലാ സൗകര്യങ്ങളോട് കൂടി വളർത്തിയെങ്കിലും പരിരക്ഷിച്ചു എങ്കിലും ഇപ്പോൾ ഈ കടബാധിതയിൽ ഈ വീടും ഇവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഈ വീട് ഒരു പഴയ വീടാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ വീട് ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിലുമാണ്. ആ ഒരു വ്യക്തിക്ക് ആ ധനസഹായം, അവരുടെ പാർപ്പിടം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വേൾഡ് ചാരിറ്റി മിഷനോടൊപ്പം ഈ രാമമംഗലം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും 3 വാർഡിലെ മെമ്പർമാരും നമ്മളോടൊപ്പം ഉള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വീട്ടമ്മയും നമ്മളോടൊപ്പമുണ്ട്. ഈ മരണത്തിന്റെ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിലും ആ പിഞ്ചു കുട്ടികളെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അവർ നാളെ സ്കൂളിലെല്ലാം ചെല്ലുമ്പോൾ അവരുടെ ഈ ദുരവസ്ഥ മറ്റുള്ളവർ അറിഞ്ഞ് അവർക്ക് നിരുപകാരപ്രദമായ ഈ ഒരു സഹതാപ തരംഗത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടികളെ ഞങ്ങൾ കാണിക്കാത്തത്. വീട്ടമ്മ വളരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടമ്മ നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും. അതിനു മുമ്പ് പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. അദ്ദേഹവും നമ്മളോട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. നമുക്ക് ഇവരോട് കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യം. ഓക്കെ ചേച്ചിയുടെ പേരെന്താണ്? അജീസ് കറിയ. ഈ അവസരത്തിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളുടെ ഈ അവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും പറഞ്ഞ രീതിയിൽ ചോദിക്കുകയാണ്. ചേച്ചിക്ക് എത്ര രൂപ കടബാധ്യതയുണ്ട് നമുക്ക് ഈ വീടിന്? ഇപ്പോൾ 8.5 ലക്ഷം രൂപ ഉണ്ടെന്നാണ് സൊസൈറ്റിയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. 8.5 ലക്ഷം രൂപയല്ലേ? എന്ത് പറ്റിയതായിരുന്നു ചേട്ടന്? പെട്ടെന്നൊരു നിമിഷം അതിങ്ങനെ തലയിൽ ഞരമ്പുകൾ ഇങ്ങനെ പൊട്ടി 80% ബ്ലീഡിങ് ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവരതും കുഴപ്പമില്ലാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് പറഞ്ഞു പറ്റില്ല. മക്കളൊക്കെ എത്രത്തോളമായി? 4ലും 10ലും പഠിക്കുന്നു. അപ്പോ ഇപ്പോ ബാങ്കിൽ നിന്നുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ബാങ്കിൽ നിന്ന് ഇപ്പൊ അത് ജപ്തിയായി കിടക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അടയ്ക്കാത്തത് കൊണ്ട് അവര് വേറെ അതൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഈ കടബാധിത കാരണം ഇത് ചേച്ചി അറിഞ്ഞിരുന്നോ നേരത്തെ? കടബാധിത കുറച്ചൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും കൂടുതലുണ്ടെന്ന് നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നെ ചെന്ന് ബാങ്കിലൊക്കെ ചെന്ന് എന്തെങ്കിലും അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്താണെങ്കിലും ഇത് ജപ്തി തന്നെ ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആളില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താ ചെയ്യണ്ടേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വസ്തുവല്ലേ വച്ചിരിക്കുന്നത്, അപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ നടക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ 1 സെന്റ് പോലും ഒന്നും ഇല്ല ഇപ്പൊ നിലവിൽ. വിദ്യാഭ്യാസം ചെയ്യണം, അതിന് നമുക്ക് ആരെങ്കിലും നമ്മളെ ഒന്ന് സഹായിച്ച് നമുക്ക് മതിയാവും. പറഞ്ഞതിൽ നന്ദി. ഞങ്ങൾ ഇനി ബാക്കി കാര്യങ്ങൾ ഇവരോട് ഒന്ന് പറയാം. ഈ കുടുംബത്തെ പ്രസിഡന്റിനെ നേരത്തെ അറിയാമായിരുന്നു? അറിയാം. ഈ ആള് അത്യാവശ്യം അധ്വാനിയായി ജീവിച്ചിരുന്ന പക്ഷെ ഇങ്ങനെയുള്ള ബാധ്യതകളൊന്നും നമുക്ക് ആരെയും അറിയിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മള് എങ്ങനെ കുടുംബത്തെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ചോദ്യചിഹ്നമാണ്. ബാങ്കിലെ കടം, മക്കളുടെ വിദ്യാഭ്യാസം, വീടിന്റെ അവസ്ഥ വളരെ കണ്ടു ചോർന്നൊലിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇതെല്ലാം വളരെ നന്നായി ചെയ്തുകൊണ്ട് വലിയ ആഗ്രഹമുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടുകൂടെ എല്ലാം നിറവേറ്റാൻ സാധിക്കും എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ രാമംഗലം ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് ഊരമ്മനയിലെ മെമ്പറാണ്. നമ്മുടെ ഊരമ്മന കരയിലെ സ്നേഹനിധിയായ ഞങ്ങളുടെ എല്ലാം ഒരു ചേട്ടനായിരുന്നു സ്കറിയ ചേട്ടൻ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കുടുംബം അധ്വാനിച്ച് തടി പണിയും മറ്റ് ജോലി കൂലിപ്പണികളുമായിട്ട് ജീവിച്ച് പോകുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അദ്ദേഹം തലയിലെ ഞരമ്പ് പൊട്ടി മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി ആ കുടുംബം ഇന്ന് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും അതുപോലെ ഒരു ജപ്തി ഭീഷണിയിലും നിലനിൽക്കുന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ഞങ്ങളെല്ലാവരും കൂടി ഊരമ്മനയിലെ എല്ലാ സുമനസ്സുകളും കൂടി
രാമമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും കമ്മിറ്റിയിലെ ചെയർമാനായിട്ട് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുകയും കൺവീനർമാരായിട്ട് 1, 2, 3 വാർഡുകളിലെ 14 വാർഡുകളിലെ മെമ്പർമാർ കൺവീനർമാരായിട്ടും ഒരു തോമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഒരു യോഗം കൂടുകയും ഇതിൽ നമ്മൾ 1, 2, 3 വാർഡുകളിലെ 14 വാർഡുകളിലെ മെമ്പർമാരെ കൺവീനറായി തിരഞ്ഞെടുക്കുകയും ഒരു ജോയിൻ്റ് അക്കൗണ്ട് കുടുംബനാഥയും കൂട്ടി ഒരു ജോയിൻ്റ് അക്കൗണ്ട് യൂണിയൻ ബാങ്കിൽ ചേരുകയും ചെയ്തു. ആയതനുസരിച്ച് ഊരമനയിലും മറ്റുള്ള പ്രദേശങ്ങളിലുമായി ഒരു സുമനസ്സുകളുടെ സഹായം അതിനകത്ത് അപേക്ഷിക്കുകയാണ്. ഏത് രീതിയിലും നമ്മുടെ ഈ കുടുംബത്തെ നമ്മൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് സ്നേഹപുരസ്സരം അപേക്ഷിക്കുകയാണ്. അക്കൗണ്ടിൻ്റെ നമ്പർ ഇതിൻ്റെ ഡീറ്റെയിൽ താഴെ കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്തേക്ക് എല്ലാവരും നല്ല രീതിയിലൊരു സംഭാവന ചെയ്ത് ആ കുടുംബത്തെ നമ്മുടെ ഒപ്പം ചേർത്ത് നിൽക്കുവാൻ എല്ലാവരും ക്രമീകരിക്കണം, സഹായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സഹായിക്കണമെന്നും അവരുടെ ബാധ്യതകളെല്ലാം തീർത്ത് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുവാനും മക്കളുടെ വിദ്യാഭ്യാസവും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും നല്ല ഒരു സഹകരണത്തോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഞാൻ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 2ാം വാർഡ് മെമ്പറുമാണ്. ഈ ഭവനത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഈ മരിച്ചുപോയ പയ്യനെ എനിക്ക് ശരിക്കറിയാവുന്നതാണ്. ശാന്ത സ്വഭാവമുള്ള ഒരു പയ്യനായിരുന്നു. അതിൻ്റെ മരണം താങ്ങാൻ മക്കൾക്ക് ഇതുവരെ ആയിട്ടില്ല. ഭാര്യയെ ഞങ്ങൾ ഒരുവിധം പിടിച്ചു നിർത്തിയിരിക്കുന്നു. അവരുടെ കടബാധ്യത വളരെയാണ്. അവർക്ക് വീടില്ല. മൂത്ത മകൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു. പ്ലസ് 1 ചേരാൻ പോകുന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തെയും ഈ വീടിന് ജപ്തിയുടെ ഇതുള്ളതുകൊണ്ട് അത് വീട്ടുന്നതിനും നല്ലൊരു ഭവനം നിർമ്മിക്കുന്നതിനും വേണ്ടി നാട്ടുകാരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പറാണ് ഊരമണ്ണ ഡിവിഷൻ്റെ. മരിച്ചുപോയ സ്കറിയെ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. വളരെ കാലമായിട്ട് അറിയാം. നല്ലൊരു സുഹൃത്താണ്. ഈ പെട്ടെന്നുണ്ടായ ഈ മരണത്തിൽ ഈ കുടുംബത്തിന് വരുന്ന ആഘാതം വലുതാണ്. സ്കറിയ വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്ത് എന്നാൽ വലിയ പരാജയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് നമുക്കൊന്നായി പരിശ്രമിക്കാം. ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കൾ ചെയ്യുന്ന സഹായങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തണം എന്ന് വേൾഡ് ചാരിറ്റി മിഷന് നിർബന്ധമുള്ളതിനാൽ ഇത്തരം സഹായ അഭ്യർത്ഥനകളും വീഡിയോകളുമായി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്, അവിടുത്തെ ത്രിതല ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരോ പഞ്ചായത്ത് പ്രസിഡന്റെയോ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഗൃഹനാഥയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വീഡിയോ ചെയ്യാമെന്നാണ് പറയാറ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, 3 പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ പൗരപ്രമുഖരുമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പേർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ്. ഒരു ഗൃഹനാഥ, അത് ഭർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ഗൃഹനാഥയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ എല്ലാമായ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ആ 2 പിഞ്ചുകുട്ടികളെയും ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ നിന്ന്, അതും ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെ എങ്ങോട്ട് എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പുകൊണ്ട് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായും ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് എത്രയായാലും 1 രൂപ മുതൽ ഏത് സഹായമായാലും അത് നിങ്ങൾ ഞങ്ങൾക്ക് ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കണം. അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നു. അത് ഇവരുടെ പേരിൽ ചേർന്നിരിക്കുന്ന ജോയിൻ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കും. ഇതുപോലൊരു അവസ്ഥ നമ്മളുടെ കുടുംബത്തിനും നാളെ വരാതിരിക്കാൻ നമ്മൾ ഇവരെ പോലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങളിൽ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യുന്നതിന് എനിക്ക് ചെയ്യുന്നത് പോലെ ആണ് എന്ന് സർവേശ്വരൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കൈകോർത്ത് ഈ ഭവനത്തെ സഹായിക്കാം. നന്ദി, നമസ്കാരം.